ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ ഇഷ്ട സീരിയൽ മൗനരാഗം ക്ലൈമാക്സ് ആയിരിക്കാണ് ഫ്രണ്ട്സ്. അങ്ങനെ ക്ലൈമാക്സിൽ ഗംഗപ്രസാദ് മരിച്ചു കേട്ടോ. ഇനി ഗംഗപ്രസാദ് തിരിച്ചു വരത്തേ ഇല്ല. ഇനിയിപ്പോ അടുത്തത് മരിക്കാൻ പോണത് രാഹുലാണ്. അങ്ങനെ കിരണും അതുപോലെ തന്നെ വേലും രതീഷും കൂടി കുറച്ച് ഇരുട്ടാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. രാഹുലിന്റെ വായില് നല്ല പഞ്ഞി പോലത്തെ എന്തോ തുണി തിരികെ വെച്ചിട്ടുണ്ട് സംസാരിക്കാതിരിക്കാനായിട്ട്. അപ്പൊ വേലു പറയണ്ട്, സാറേ ഇനി ഇവിടെ നിന്ന പെശകാണ്. കാരണം ഞങ്ങളിവിടെ എപ്പോഴും വരുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ സ്മെല്ലും ഞങ്ങളുടെ ശബ്ദവും ഒക്കെ ഇവിടുത്തെ കാട്ടുമൃഗങ്ങൾക്കൊക്കെ നല്ല പരിചയമാണ്. പരിചയമില്ലാത്ത ആളുകളുടെ സ്മെല്ല് എടുത്ത കാട്ടുമൃഗങ്ങൾ വെറുതെ വിടില്ല സാറേ. അപ്പോ ഇവനിവിടെ നിർത്തുകയാണെങ്കിൽ കാട്ടുമൃഗങ്ങൾ തിന്നുന്ന ഉറപ്പാണോ വേലു? ഉറപ്പാണ് സാറേ. നാളെ വരുമ്പോ എല്ല് പോലും ബാക്കി ഉണ്ടാവില്ല. കർമ്മം ചെയ്യാൻ എന്തെങ്കിലും മാംസ കഷ്ണം കിട്ടിയാലായി എന്ന് വേലു പറയാണ്. അപ്പോ ഇത് തന്നെയാണ് നല്ല സമയമല്ലേ? അതെ എടോ, ഇന്നത്തെ ദിവസം തന്റെ മരണം സംഭവിക്കാൻ പോവാണ്. നാളെ രാവിലെ പ്രഭാതം കാണാൻ താൻ ഉണ്ടാവില്ലടോ. അപ്പൊ ഇങ്ങനെ രാഹുൽ ഇങ്ങനെ മുഖം വെച്ചിരിക്കുന്ന ആക്ഷൻ കാണിക്കുന്നു കേട്ടോ. ആ സമയത്ത് കിരൺ പറയണ്ട്, രതീഷ് വായിലെ തുണി എടുത്തോ എന്ന് പറയാണ്. രതീഷ് വായിലെ തുണി എടുക്കുന്നുണ്ട്. രാഹുൽ പണ്ട്, മോനെ പൊന്നു മോനെ കിരൺ, എന്നെ കൊല്ലടാ, എനിക്ക് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഞാൻ ഒരിക്കലും ആരുമായിട്ട് ഒരു പ്രശ്നത്തിനും വരില്ല മോനെ. ഞാൻ ഒരു കാര്യത്തിനും ഞാൻ ചെയ്യത്തില്ല. എടോ, താൻ എന്റെ ചോദ്യത്തിന് ഒരേ ഒരു കാര്യത്തിന് മാത്രം മറുപടി തന്നാ മതി. എന്തിനാടോ തന്നെ ഞങ്ങൾ എന്ത് തെറ്റാണ് തന്നോട് ഞങ്ങൾ ചെയ്തത്? എന്റെ കല്യാണിയും താനും തമ്മിൽ എന്താണ് ഇത്ര വലിയ പ്രശ്നം? കല്യാണി തന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് താൻ കല്യാണി ഇങ്ങനെ കൊല്ലാൻ നോക്കണത്? രതീഷ് പറയണ്ട്, സാറേ ഞാൻ ഒരു കാര്യം ഇയാളോട് ചോദിച്ചോട്ടെ? ചോദിച്ചു രതീഷ്. ഒന്നോ രണ്ടോ എത്ര വേണമെങ്കിലും ചോദിച്ചോ. ഇന്നത്തെ രാത്രികൾ തീരാൻ പോയല്ലേ. ശരി, ഞാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഈ രാഹുൽ എന്ന് പറഞ്ഞ ബഗാസുരനോട് ചോദിക്കുന്നുള്ളൂ. എടോ, അവസാനമായിട്ട് ഞാൻ തന്നെ ബഗാസുരൻ എന്നല്ല രാഹുൽ എന്നാണ് വിളിക്കാൻ പോണത്. എടോ രാഹുലെ, സത്യം പറ, താൻ കല്യാണിനെ കുത്തിയത് തന്റെ മോള് കൂടി അറിഞ്ഞിട്ടല്ലേടോ ഒന്ന് ചോദിക്കുകയാണ്. താൻ മരിക്കാൻ പോവാണ്, ഇനിയെങ്കിലും സത്യം പറയടോ. എനിക്ക് നല്ല സംശയമുണ്ട് സരയും കൂടി അറിഞ്ഞിട്ടാണ് താൻ ഇത് ചെയ്തതെന്ന്. പക്ഷെ കിരൺ സാറിനും അതുപോലെ തന്നെ കല്യാണിക്കൊക്കെ ഭയങ്കര വിശ്വാസമാണ് സരയുവിന്. താൻ മരിക്കാൻ പോവാണ്, ഇനിയെങ്കിലും സത്യം പറ, തന്റെ മകളും കൂടി അറിഞ്ഞിട്ടല്ലേ താൻ ഇന്നലെ കല്യാണിനെ കുത്തിയത് എന്ന് ചോദിക്കുകയാണ്. രാഹുൽ പറയണ്ട്, ഞാൻ മരണം മുന്നിൽ ഇപ്പൊ കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ നുണ പറയില്ല, സത്യം മാത്രമേ പറയുള്ളൂ. അതെ, ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് കല്യാണിനെ കുത്തിയതെന്ന് പറയാണ്. എന്തിനു വേണ്ടിയിട്ടാണോ താൻ കല്യാണിനെ തന്റെ മോൾക്ക് വേണ്ടി കുത്തിയെന്ന് പറയുന്നത്? തന്റെ മോളുടെ സ്വഭാവം മാറിയെന്നൊക്കെയല്ലേ പറയുന്നത് എന്ന് രതീഷ് ചോദിക്കുമ്പോ രാഹുൽ പറയണ്ട, അതെ അവളുടെ സ്വഭാവം മാറിയായിരുന്നു, ശരി തന്നെയാണ്. കിരണിനോടും കല്യാണിനോടും അവൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. അവള് ജയിലിൽ വന്നിട്ട് എന്നോട് വല്ലാതെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എന്നെയായിട്ട് തെറ്റിയിട്ട് അവള് പോയിട്ടുണ്ട്. പക്ഷേ മനോഹർ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് കല്യാണി കുഞ്ഞിനെയും കൊണ്ട് മനോഹറിനെ കാണിക്കാൻ പോയി. അതോടുകൂടി തന്നെ കല്യാണിനോട് അവൾക്ക് തീരാത്ത പകയായി. കിരണിനോട് മാത്രമായി ഇഷ്ടം. പിന്നെ മുമ്പ് കിരൺ ഒരുപാട് സ്നേഹിച്ച പെണ്ണല്ലേ. അതുകൊണ്ട് വീണ്ടും കിരണിനെ വേണമെന്ന് അവൾക്കൊരു ആഗ്രഹം തോന്നി. അവൾ ആ ആഗ്രഹം എന്നോട് പറഞ്ഞു. കിരണിനെ നേടിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ കല്യാണി ഒഴിവാവണമല്ലോ. അതിനെയാണ് ഞാൻ കല്യാണിനെ കുത്തിയത് എന്ന് രാഹുലിന്റെ വായി തന്നെ സത്യങ്ങളൊക്കെ അറിയാട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും കിരൺ ഒരു ഒറ്റയടി കൂടി മുഖത്തേക്ക് കൊടുക്കാണ്. ഓഹോ, അപ്പൊ തന്റെ മോളൊക്കെ അഭിനയിക്കുകയാണല്ലേടോ, ഇനി അടുത്ത പണി അവൾക്കുള്ളതാടോ എന്ന് പറയണം. അപ്പോ വേലു പറയണ്ട്, സാറേ ഇനി എന്ത് പണി? ഇയാള് മരിച്ച് നാളെ ശവമായി കിടക്കുമ്പോ തന്നെ അവര് പകുതി തകർന്നോളൂ. പിന്നെ സാറ് സത്യങ്ങൾ അറിഞ്ഞെന്ന് പറയുമ്പോഴേക്കും ചിലപ്പോ ഇയാളുടെ മോൾക്ക് വീണ്ടും മുഴുവട്ടാവട്ടെ, അവള് മുഴുവട്ടായിട്ട് നടക്കണം, അതെനിക്ക് കാണണം എന്ന് കിരൺ പറയാണ്. വേലു, എന്ന് നമുക്ക് പോയാലോ? പോവാൻ സാറേ. അല്ല, തുണി തിരികുന്നില്ലേ? തുണി തിരികണ്ട, കാട്ടുമൃഗങ്ങൾ വന്നിട്ടെ ഇവനെ കാണുമ്പോ സന്തോഷവും. ഇവനെ തിന്നുകഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് അവർക്കൊന്നും കഴിക്കണ്ടല്ലോ, അത്ര മാംസമല്ലേ ബോഡിയിലുള്ളത്. അതുകൊണ്ട് ഇയാളെ കഴിക്കണ സമയത്ത് സന്തോഷം കൂടെ അവര് ഓളിയിടും. അപ്പൊ അതിനേക്കാൾ ഉച്ചത്തിൽ ഇയാൾ ഓളിയിടും, ഒക്കെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മൃഗങ്ങൾ നല്ല ഉച്ചത്തില് അവര് കുറുനരിയൊക്കെ അതിന്റെ ഉച്ചത്തിൽ ഓളിയിടും. അപ്പൊ രണ്ടുപേരും ശബ്ദം ഇങ്ങനെ മുഴങ്ങി കേൾക്കണം. അതിനുവേണ്ടി വായ മൂടണ്ട എന്ന് പറയണം. അങ്ങനെ കിരണും രതീഷും വേലും കൂടി അവിടെ നിന്ന് പോവാണ്. നമ്മുടെ രാഹുലിനെ അവിടെ തന്നെ നിർത്താട്ടോ. ഇവര് പ്രതീക്ഷിച്ച പോലെ തന്നെ കുറുനരികളും കുറുക്കന്മാരും ഒക്കെ ചേർന്ന് രാഹുലിനെ പിച്ച് ചീന്തി രാവിലെ ആകുമ്പോഴേക്കും വേലു വന്ന് നോക്കുന്നുണ്ട്. കിരണും രതീഷും പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നാട്ടിലേക്ക് പോകുന്നുണ്ട്. കല്യാണി ഹോസ്പിറ്റലിലാണല്ലോ. ആ സമയത്ത് വേലു രാവിലെ തന്നെ വന്ന് നോക്കുന്നുണ്ട്, ഇവൻ രക്ഷപ്പെട്ടോ അതോ കെട്ടഴിഞ്ഞു പോയോ, അതോ മൃഗങ്ങൾ തിന്നിട്ട് ബാക്കി അവശിഷ്ടമുണ്ടോ, അതോ മൃഗങ്ങൾ ഫുള്ളും തിന്നിട്ട് പോയോ എന്നൊക്കെ അറിയണമല്ലോ. അതിനു വേണ്ടി വേലു രാവിലെ തന്നെ അവിടെ വന്ന് നോക്കുമ്പോഴേക്കും അവിടെ തുടച്ചു വെച്ചിരിക്കുകയാണ്. ഒരുപാട് ബ്ലഡ് ഉണ്ട്. പിന്നെ അവിടെ ഇവിടെ ചിന്നി ചേറി കിടക്കുന്ന എന്തൊക്കെയോ സംഭവങ്ങൾ, മുടിനാരി അങ്ങനെയൊക്കെ. അപ്പൊ വേലുവിന് മനസ്സിലായി ആള് തീർന്നു എന്ന്. കിരൺ അപ്പൊ തന്നെ ഫോൺ വിളിക്കാണ്. സാറേ, സാറിന്റെ അമ്മ എന്ന് പറഞ്ഞ ബഗാസുരൻ അവന് മൃഗങ്ങൾ തുടച്ചു നീക്കിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ അവശിഷ്ടങ്ങളുണ്ട്. ആംബുലൻസ് വരാണെങ്കിൽ അവർക്ക് കർമ്മം ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് പറയാണ്. ശരി വേലു, ഞാൻ അതുപോലെ ചെയ്യാം എന്ന് കിരണും പറയുന്നുണ്ട്.
അങ്ങനെ കിരണിനോട് ഡോക്ടർ വന്ന് പറയണ്ട് കല്യാണിക്ക് ബോധം വീണു, ഇനി പേടിക്കാനൊന്നുമില്ല, അപകടനില തരണം ചെയ്തു എന്ന് പറയാണ്. ഇത് കേൾക്കണ കിരണിന് സന്തോഷാവാണ്. എനിക്ക് കല്യാണിനെ ഒന്ന് കാണാവോ, എനിക്ക് അവളോട് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് പറയുമ്പോ പോയി കണ്ടോളൂ എന്ന് ഡോക്ടർ പറയാണ്. കിരൺ കല്യാണിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കല്യാണി കണ്ണു തുറക്കുന്നുണ്ട്. കല്യാണി, നിനക്കൊന്നും പറ്റിയില്ല കല്യാണി, അല്ലെങ്കിലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കല്യാണി നിനക്കൊന്നും പറ്റില്ലെന്ന്. നിന്നെ കുത്തിയ ബഗാസുണ്ടല്ലോ കല്യാണി, അയാള് മരിച്ചു. കിരണേട്ടന്റെ അങ്കിള് മരിച്ചോ? എന്റെ അങ്കിൾ എന്ന് പറയല്ലേ കല്യാണി, ആ സരിയുവിന്റെ അച്ഛൻ എന്ന് പറ, അവളും വൃത്തികെട്ടവളാ. എന്തൊക്കെയാ കിരണേട്ട ഈ പറയണത്? നീ ഇപ്പൊ ഒന്നും അറിയണ്ട കല്യാണി, നീ ആദ്യം നന്നായിട്ട് റിക്കവർ ആയിട്ട് വീട്ടിലെത്തട്ടെ. എന്തായാലും ഒരു കാര്യം അറിഞ്ഞോ, രാഹുൽ ഇന്നലെ മരിച്ചു. രാഹുലിനെ കാട്ടുമൃഗങ്ങൾ കൊന്നു എന്ന് പറയുന്നത് തെളിവ് പോലും ഇല്ലാതെ കാട്ടുമൃഗങ്ങൾ തുടച്ചു നീക്കി എന്ന് പറയാണ്. അത് കാണുമ്പോഴേക്കും കേൾക്കുമ്പോഴേക്കും കല്യാണിക്ക് ഭയങ്കര സന്തോഷമാവാണ്. ശേഷം കിരൺ ആംബുലൻസ് നമ്മുടെ സരയുവിനോട് പറയുന്നുണ്ട്, സരയു നീ എത്ര പെട്ടെന്ന് എന്റെ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞു, എനിക്കൊരു സർപ്രൈസ് വരുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ ഷാരിയും സരിയും രാഹുലില്ല നമ്മുടെ രൂപയും ചന്ദ്രസേനും വീട്ടിലിരിക്കുന്ന സമയത്ത് ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കാണ്. അയ്യോ, അതൊരു ആംബുലൻസിന്റെ സൗണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഷാരി വേഗം തന്നെ ഷാരി ഓടി പോവാണ്. അപ്പൊ സരുവിന് ചെറിയ സംശയം തോന്നുന്നുണ്ട്, കാരണം ആംബുലൻസിന്റെ ഫ്രണ്ടിലെ രാഹുലിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പൊ രാഹുൽ ഈശ്വര അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് ആംബുലൻസിന് തുറക്കുമ്പോഴേക്കും ആംബുലൻസിലെ ആള് പറയണ്ട, അതെ കാണാനൊന്നുമില്ല, മരിച്ചത് ഇയാള് തന്നെയാണ്, ബോഡിയിൽ ഐഡന്റിഫൈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇയാള് തന്നെയാണ് മരിച്ചത്. എന്തായാലും കാണാൻ മാത്രം ഒന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ കാണുമൊന്നും വേണ്ട, പിന്നെ കിട്ടിയ സംഭവങ്ങളൊക്കെ ഉള്ളൂ, അത് മാത്രം, നിങ്ങൾക്ക് കർമ്മം ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും ആള് മരിച്ചു എന്ന് പറയാണ്. അത് കേൾക്കണ സരുവിനെ ഭ്രാന്ത് പിടിക്കാനായിട്ട്. അപ്പൊ ഷാരി പറയേണ്ടത്, നീ കുരുത്തം കെട്ടവളെ, നീ കാണുവാടി നിന്റെ അച്ഛൻ മരിച്ചത്, മര്യാദയ്ക്ക് പരോളിൽ ഇറങ്ങിട്ട് പോയാനേ, നീ കിരണ കെട്ടണോന്ന് പറഞ്ഞിട്ട് നിന്റെ അച്ഛൻ ചത്ത് കിടക്കണത് കണ്ടില്ലേ, ഇപ്പൊ എനിക്ക് ആരും ഇല്ലാതെ ഞാൻ അനാഥയെന്ന് പറഞ്ഞിട്ട് ഷാരി നെഞ്ചത്തടിച്ച് കരയാണ്. അങ്ങനെ സരുവിന്റെ തനി സ്വഭാവം മനസ്സിലാക്കിയിട്ട് കിരൺ അവിടെ നിന്ന് പടിയിറക്കാണ്. സരുവിനെ മുഴുപ്രാന്താവാണ്. സരു വീണ്ടും മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ആവും. അത് ക്ലൈമാക്സിൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ രാഹുൽ മരിച്ചു, ഗംഗപ്രസാദ് മരിച്ചു, വിക്രം അങ്ങനെ ജയിലിൽ കിടന്നങ്ങൾ കാലം കഴിച്ചോളും. പിന്നെ മനോഹറിനും പുറത്തിറങ്ങാൻ പറ്റില്ല, കാരണം ഇത്രയും പെൺകുണ്ടെ ചതിച്ചതല്ലേ, അത് മനോഹറും ജയിലിൽ തന്നെയാണ്. പിന്നെ നമ്മുടെ സി എ കേസ് അന്വേഷിക്കണ്ടല്ലോ ഗംഗപ്രസാദിന്റെ, അത് സി എ വെറുതെ അങ്ങോട്ട് അന്വേഷിക്കാട്ടോ. കിരണാണ് പ്രതിന്ന് നമ്മുടെ സി എക്ക് നേരത്തെ അറിയാം, കിരണിന്റെ വായിന്ന് വെറുതെ സത്യം കേൾക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ സി എ തന്നെ നമ്മുടെ കിരണിന്റെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, കിരണെ നിങ്ങളുടെ സ്റ്റെഫി ഒരു അന്വേഷിക്കാൻ വേണ്ടി എന്റെ അടുത്ത് ഒരു കേസ് കൊണ്ടു തന്നു, ഒരു പരാതി തന്നു, അത് ഞാൻ അന്വേഷിച്ചു, അതില് കുറ്റവാളി താനാണെന്ന് എനിക്ക് അറിയാടോ, തന്റെ കൂടെ കൂട്ടുപ്രതിയായിട്ട് രതീഷും വേലും ഉണ്ട്. പക്ഷെ നിങ്ങൾ കൊന്ന ആള് സത്യം പറഞ്ഞ സമൂഹത്തിന് ഒരു വിലയില്ലാത്ത ഒരാളാണ്, സമൂഹത്തിനോട് ദ്രോഹം മാത്രം ചെയ്ത ആള്, ഒരു പെൺകുട്ടിനെ ചതിച്ച ആള്, ഒരുപാട് പേരെ കൊന്ന് വഞ്ചിച്ച ആള്, അവൻ മരിക്കേണ്ടവൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഈ കേസ് ഫയൽ ക്ലോസ് ചെയ്യാണ്, കിരൺ സ്വതന്ത്രനാണെന്ന് പറയാണ്. കിരണിനും സന്തോഷാവാണ്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് ആണ് നമുക്ക് ഇനി വരുന്ന ആഴ്ചയിലല്ല, അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചയുടെ ക്ലൈമാക്സ് കേട്ടോ. അപ്പൊ അതെന്താണ് ഈ ആഴ്ച ക്ലൈമാക്സ് അല്ലെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വീക്കെൻഡ് പ്രൊമോയിൽ ഈ ഭാഗങ്ങൾ മാത്രമേ കാണിച്ചുള്ളൂ, ക്ലൈമാക്സ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടില്ല. അപ്പൊ ഇനി വരുന്ന ശനിയാഴ്ച ഉണ്ടല്ലോ, അതായത് ഇനി വരാൻ പോണ ശനിയാഴ്ചയാണ് ഇതിന്റെ ക്ലൈമാക്സ് പ്രൊമോ കാണിക്കുന്നത്. എന്തായാലും നമുക്കൊരു ഈസ്റ്റർ സമയത്ത് ഈ സീരിയൽ തീരുമെന്നാണ് തോന്നുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.